വചന ശുശ്രൂഷയ്ക്കായി എന്നെയും ഉൾപ്പെടുത്തിയ ഇവിടെയുള്ള വിശുദ്ധന്മാരോട് ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും ആദ്യമായി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഈ പ്രദേശത്ത് ഇതിനു മുൻപ് പല തവണ വന്നിട്ടുണ്ടെങ്കിലും കൃതദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു കൺവെൻഷൻ വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എങ്കിലും ഇവിടെയുള്ള ഒട്ടുമുക്കാലും ആളുകൾക്ക് എന്നെയും എനിക്ക് അവരെയും ഏറെ അറിയാവുന്നവരാണ്, പരിചയമുള്ളവരാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈയുള്ളവനെയും ഓർത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. പ്രത്യേകം എനിക്ക് ദിവ്യ സന്ദേശം എന്ന അനുഗ്രഹീത ശുശ്രൂഷയുടെ ചുമതലക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹം, സന്തോഷമുണ്ട്. കാരണം എന്നെ പോലെയുള്ള നവാഗതർക്ക് അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകളിൽ ചെറുപ്പക്കാരായിരിക്കുന്ന ചുവട് വെച്ച് മുന്നോട്ട് വരുന്ന എന്നെ പോലെയുള്ള അല്പപ്രാണികളായ പ്രിയപ്പെട്ടവർക്ക് പ്രോത്സാഹനം നൽകുന്നതിലും അവസരം തന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ശ്ലാഘനീയമാണ്, അനുകരണീയമായ ഒരു മാതൃക തന്നെയാണ്. ആ നിലയിൽ ദൈവം അവരെ ഇനിയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ദൈവ വചന ചിന്തയ്ക്ക് ആധാരമായി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22-ഉം 23-ഉം വാക്യാംശങ്ങൾ നമുക്ക് വായിച്ച് ശ്രദ്ധിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22-23 വാക്യങ്ങൾ. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ വളരെ ഏറെ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള അനേക പ്രസംഗ വിഷയത്തിൽ ഒരു പ്രസംഗ വിഷയമാണ് ധന്യനായ പൗലോസിൻ്റെ ഈ വാക്യങ്ങൾ. ഒന്നും കൂടെ പറഞ്ഞാൽ ഏറ്റവും അധികം കാലപ്പഴക്കമുള്ള ഒരു പ്രസംഗമാണ് ഇവിടെ പൗലോസിൻ്റെ ഭാഷയിൽ നാം വായിച്ച് കേട്ടത്. ഒരുപക്ഷെ ഈ തൃശ്ശൂരും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ദൈവജനത്തിന് ഈ വാക്യം ഹൃദിസ്ഥമാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഈ ദൈവവചനത്തെ ആസ്പദമാക്കി ആധാരമാക്കി നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ക്രൂശിൻ്റെ അനുഗ്രഹീതമായ 4 സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ച് വിരമിക്കണം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആയതിലേക്ക് നിങ്ങളുടെ ഏവരുടെയും അടിയന്തരമായ പ്രാർത്ഥനയുടെ സഹകരണത്തോടെ പിൻബലത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ക്രൂശ് എന്ന വിഷയമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രസംഗത്തിൻ്റെ ആധാരം. കർത്താവായ യേശുക്രിസ്തു മാനവകുലത്തിനു വേണ്ടി വരിച്ച രക്ഷയുടെ അല്ലെങ്കിൽ രക്ഷ കൈവരിച്ച സ്ഥാനമാണല്ലോ കാൽവരി ക്രൂശ്. അതുകൊണ്ട് ക്രൂശിൻ്റെ സന്ദേശം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം അത് അപൂർണമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലൊരു ഭക്തൻ ഇങ്ങനെ പറയുകയുണ്ടായി, ക്രൂശില്ലാത്ത സുവിശേഷവും
ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തു ഇല്ലാത്ത ക്രൂശും അത് അപൂർണമാണ്. അതെത്രയോ അതിശയമാണ്, അതെത്രയോ സത്യമായ ഒരു കാര്യമാണ്. ഇന്ന് സുവിശേഷ പ്രസംഗത്തിൻ്റെ മറവിലും സുവിശേഷ പ്രസംഗങ്ങളോട് ചേർത്തും മറ്റും പല വാക്കുകളും വാചകങ്ങളും തലവാചകങ്ങളായി ആത്മീക പ്രഭാഷകന്മാർ ഉപയോഗിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ അടയാളത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും പുറകെയുള്ള പരക്കം പാച്ചിലിൻ്റെ നടുവിൽ വിലപ്പെട്ട സത്യത്തെ വിസ്മരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. പച്ചയായ സുവിശേഷ സത്യത്തിന് കാതുകൊടുക്കുവാൻ ഇവിടുത്തെ ആളുകൾക്ക് തെല്ലും താല്പര്യമില്ലാതിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കിനെ കടമ്പെടുത്ത് ഞാനും ഇങ്ങനെ വിളിച്ചു പറയട്ടെ, അത്ഭുതങ്ങളെക്കാൾ അടയാളങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യശകലത്തിൽ ധന്യൻ ഇങ്ങനെ പറയുകയുണ്ടായി, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ മനുഷ്യവർഗത്തെ ആഗോളം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഏക സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷ സന്ദേശം പോലെ വശ്യ ശക്തിയുള്ള മറ്റൊരു ആത്മീക പ്രഭാഷണമില്ല എന്ന് ഞാൻ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാലങ്ങളായി കാതോർത്തിരിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് മഹാരാജ്യത്തെ അതിൻ്റെ സർവ ഐശ്വര്യത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് സുവിശേഷമെന്ന അല്ലെങ്കിൽ ദൈവവചനമെന്ന സത്യമാണെന്ന് അവിടുത്തെ രാജ്ഞി പറഞ്ഞത് നാം ഓർക്കുന്നുണ്ട്. സുവിശേഷമെന്ന ഈ ദീപം, സുവിശേഷമെന്ന ഈ വെളിച്ചം ആരുടെയെല്ലാം അന്തരാത്മാവിൽ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അനുഗ്രഹീതമായ ജീവിതങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഈ സുവിശേഷം കടന്നു ചെന്നിട്ടുള്ള സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും അവരിൽ തന്നെ ജീവന്റെ തുടിപ്പുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എത്രയോ സത്യമാണ്.